ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ ഋതികയെ തൻ്റെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനായി രാജുവിനെ നിർബന്ധിക്കുകയാണ് പത്മാവതി. എന്നാൽ തനിക്കൊരിക്കലും ഋതികയെ ആ സ്ഥാനത്ത് കാണാൻ സാധിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒഴിഞ്ഞു മാറുകയാണ് രാജു. പിന്നീട് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനിലിരിക്കുന്ന പത്മാവതിയെയാണ്. അതേസമയം തന്നെ ദീപക് അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. ദീപകിനെ കണ്ടുകൊണ്ട് തന്നെ പത്മാവതി പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിക്കുന്നു. പത്മാവതിയെ താൻ കണ്ടെന്ന് ദീപക് അംബികയെ വിളിച്ചറിയിക്കുകയാണ്. ഇത് കേൾക്കുന്ന അംബികയ്ക്ക് സന്തോഷമാകുന്നു. പത്മാവതി, എന്റെ മകൻ ദീപകിന്റെ കയ്യിൽ പെട്ടല്ലോ നീ, അതോടെ നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിക്കോളുമെന്ന് പറഞ്ഞ് സന്തോഷിക്കുകയാണ് അംബിക. പിന്നീട് കാണിക്കുന്നത് ഇറങ്ങാൻ പോകുന്ന പത്മാവതിയെ തടഞ്ഞു നിർത്തുന്ന ദീപകിനെയാണ്. നിങ്ങളുടെ മകളെ ഞാൻ എന്താണ് കെട്ടിയിരിക്കും, കൂടാതെ അവളുടെ പേരിലുള്ള സ്വത്തുക്കളെല്ലാം എന്റെ പേരിലാക്കുകയും ചെയ്യും. എന്നിട്ട് ഞാൻ തീരുമാനിക്കാം അവളെ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ടെന്ന്. നിങ്ങളെ കൊണ്ട് തടയാൻ പറ്റുമെങ്കിൽ ഒന്ന് തടഞ്ഞു കാണിക്കാൻ പറഞ്ഞുകൊണ്ട് ദീപക് പത്മാവതിയെ വെല്ലുവിളിക്കുമ്പോൾ ഇതിനോടകം തന്നെ ദീപക് പറഞ്ഞ കാര്യങ്ങളെല്ലാം വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പത്മാവതി. ഈ വീഡിയോ തിരിച്ച് പത്മാവതി ദീപകിനെ കാട്ടിക്കൊടുക്കുന്നു. നിന്നെ കൊണ്ടൊന്നും ഒരു ചുക്കും ചെയ്യാൻ സാധിക്കില്ലടാ, എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ നിന്നെ കാണിച്ചു തരാം. എന്താണെങ്കിലും നീയും ഋതികയുമായിട്ടുള്ള കല്യാണം നടക്കാനേ പോകുന്നില്ലെന്ന് വെല്ലുവിളിച്ചുകൊണ്ട് പത്മാവതി അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് രാജുവിന്റെ വീടാണ്. പ്രിയയുടെ ഭർത്താവ് വിഷമിച്ചിരിക്കുന്ന രാജുവിന്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയുകയാണ്, എടാ ഋതികയെ ഞങ്ങള് നിന്റെ പെണ്ണായിട്ട് തന്നെ കണ്ടുപോയി. ഇനി ഒരിക്കലും ആ സ്ഥാനം ഞങ്ങൾക്ക് ഞങ്ങളുടെ മനസ്സിൽ നിന്നും മാറ്റാനേ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നീ എത്രയും പെട്ടെന്ന് ഞങ്ങളെല്ലാം സന്തോഷിപ്പിക്കും വിധം ഒരു തീരുമാനമെടുക്കാൻ രാജുവിനെ നിർബന്ധിക്കുകയാണ് പ്രിയയുടെ ഭർത്താവ്. ഇതോടുകൂടി പ്രൊമോ വീഡിയോയുടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.